ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു കിടു ടേസ്റ്റിൽ ഇറച്ചിച്ചോറ് പോലൊരു മീൻചോറാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. മീൻചോറ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് മീനൊന്ന് മസാല പുരട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 1/2 കിലോ അയക്കൂറ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇതിനെങ്ങനെയാ മസാല പുരട്ടി എടുക്കാനെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് കലക്കിയെടുക്കാം. ഇനി നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് മസാല പുരട്ടിയെടുക്കാം. എല്ലാ മീനും നമുക്ക് മസാല പുരട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ മീനിൽ മസാല ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷിൻ്റെ 2 സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മീനിനെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നടുക്കത്തെ മുള്ള് ഇട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാ ഫിഷിൻ്റെയും നടുക്കത്തെ മുള്ള് മാറ്റി നമുക്കിതേപോലെ ഒന്ന് ചിക്കി കൊടുക്കാം. മീൻചോറിന് മുള്ളുണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ തറിക്കാനും അതേപോലെ വലിയാക്കൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് മുള്ളെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അതേപോലെ അധികം മുള്ളുള്ള മീനുകൊണ്ട് നിങ്ങൾ ഫിഷ് ചോറ് ഉണ്ടാക്കരുത്. ഒന്നുകിൽ അയക്കൂറ വെച്ചിട്ടോ അല്ലെങ്കിൽ ആവോലി വെച്ചിട്ടോ ആണ് ഈ റൈസ് തയ്യാറാക്കി എടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഇതേപോലെ ഫിഷ് ചിക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എങ്ങനെയാ ചോറ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ചോറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വെച്ച പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 3 വലിയ സൈസുള്ള ഉള്ളി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും തക്കാളി ഉടയുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം. അങ്ങനെ തക്കാളിയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 പച്ചമുളക് ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല അധികം ആവണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. പൊടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മീൻചോറിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3 കപ്പ് ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചതാണിത്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊരു ഇളക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിടിയോളം മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.